വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ടു യാ സൊല്യൂഷൻസ്. നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ റിവീറ്റിൽ വോൾ വരയ്ക്കുന്നതും വോളുടെ ടൈപ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഇതുവരെ നോക്കിയിട്ടുണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ടിരിക്കുന്ന ഡ്രോയിങ് ടൂൾസ്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മോഡിഫിക്കേഷൻ ടൂൾസ്, അതെല്ലാം നമ്മൾ ചെയ്തത് വോൾ എടുത്തിട്ട് തന്നെയായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്സ് തരുന്നുണ്ട്, അതൊന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ വോളിലാവുമ്പോഴത്തേക്കും വോളിൽ എന്തൊക്കെയാണ് ടൈപ്സ് ഉള്ളത്, ഏത് ടൈപ്സ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഇൻ ഡെപ്ത് തന്നെ നോക്കാൻ പോകുന്നത്. ആസ് യൂഷ്വൽ റിവീറ്റിൽ ആർക്കിടെക്ചർ ടെംപ്ലേറ്റ് തന്നെയാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. ഇതൊന്നും ഇല്ലാത്തവർ ഡീഫോൾട്ടായിട്ട് ഇരിക്കുന്ന ടെംപ്ലേറ്റ്സ് ആണെങ്കിലും ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ ഒരു സ്ക്രീനായിരിക്കും കാണുന്നത്. ഇതിനകത്ത് എങ്ങനെയാണ് ഒരു ബേസിക് ആയിട്ട് ഡ്രോയിങ് ടൂൾസ് ഉപയോഗിച്ച് ഒരു ഡ്രോയിങ് എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്, അതേപോലെ അതിനെങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിനെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഒരു വോൾ പോലത്തെ വരയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ആർക്കിടെക്ചറിനകത്ത് ആദ്യം കാണുന്ന ഈ ഒരു സബ് ഓപ്ഷൻ, ഇതെല്ലാം ബിൽഡ് എന്നുള്ള ഒരു പാനലിനകത്തുള്ളതാണ്. ഈ പാനലിനകത്തുള്ള ഒരു ടൂളാണ് വോൾ. അപ്പോൾ ഈ വോൾ എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം, അതർവൈസ് WA എന്നുള്ളതും കൊടുക്കാം. ഇതിൻ്റെ താഴെ ഒരു ഫ്ലാഗ് കാണുന്നുണ്ട്. ഇവിടെ ഫ്ലാഗ്സ് വരുന്നതിൻ്റെ എല്ലാത്തിൻ്റെ അർത്ഥം ദർ ഈസ് മോർ ദൻ വൺ ടൈപ്പ് ഈസ് അവൈലബിൾ. അപ്പോൾ ഇതിനകത്ത് വോൾ ആർക്കിടെക്ചറലുണ്ട്, വോൾ സ്ട്രക്ചറലുണ്ട്, അതേപോലെ വോൾ ബൈ ഫേസ് ഉണ്ട്. അല്ലാതെ ഇവിടെ ഡിസേബിൾ ആയിട്ട് രണ്ടെണ്ണം കിടക്കും, വോൾ സ്വീപ്പ് പിന്നെ വോൾ റിവീൽ. അതെന്തുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മെയിൻ ടൈപ്സ് ആണ്. ഈ വോൾ സ്വീപ്പ്, വോൾ റിവീൽ എന്ന് പറയുന്നത് ഒരു വോൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് സബ് ടൈപ്സ് ആണ്, ഇത് മെയിൻ ടൈപ്സ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ഡിസേബിൾ ആയിട്ട് കിടക്കുന്നത്. ഇഫ് ഇൻ കേസ് നമ്മളൊരു വോൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗെറ്റ് എനേബിൾ. ഓക്കെ, ഇപ്പോൾ നമുക്ക് വോൾ ആർക്കിടെക്ചറൽ എന്നുള്ളതാണ് നമ്മൾ നോർമലി ഇപ്പോൾ ഒരു എക്സ്റ്റീരിയർ ഒരു ബിൽഡിംഗ് മോഡലിംഗ് എന്നുള്ളപ്പോഴത്തേക്കും 3D മോഡലിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. വോൾ സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് പറഞ്ഞാൽ ലോഡ് അനാലിസിസ് പിന്നെ സ്ട്രക്ചർ ഡയഗ്രാംസും ഒക്കെ റിവീറ്റിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് വോൾ സ്ട്രക്ചറൽ യൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. തൽക്കാലം നമ്മൾ വോൾ ആർക്കിടെക്ചറിലാണ് നോക്കുന്നത്. തേർഡ് വൺ വോൾ ബൈ ഫേസ്. വോൾ ബൈ ഫേസിനുള്ളത് നമുക്ക് മോസിങ് ആൻഡ് സൈറ്റ് വരുമ്പോഴത്തേക്കും ഇൻഡെപ്ത് ആയിട്ട് കാണാനുള്ളതാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ആർക്കിടെക്ചറൽ മാത്രം എടുക്കുക. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്കിവിടെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിതുണ്ട്. നമ്മളിപ്പോൾ ഏതാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് കറണ്ട് സെലക്ഷൻ്റെ പ്രോപ്പർട്ടീസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പ്രോപ്പർട്ടീസാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതിൻ്റെ യൂണിറ്റ് സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഞാൻ യൂണിറ്റ് ഇതിനകത്ത് പ്രോജക്റ്റ് യൂണിറ്റ്സ് എടുക്കുമ്പോൾ മില്ലിമീറ്ററിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം മില്ലിമീറ്ററിൽ ഇരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് സെൻറ്റിമീറ്ററോ ഫീറ്റ് ആൻഡ് ഇഞ്ചസ് ആയിട്ടോ മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ സെൻറ്റിമീറ്ററാണ് നോർമലി വെക്കുന്നത്. ഇവിടെ ഡെസിമൽ പ്ലേസസ് എന്ന് പറയുന്നത് റൗണ്ടിങ് ഓഫ്. അപ്പോൾ 0 ആണോ വേണ്ടത്, .000 അങ്ങനെ എത്ര ഡെസിമൽ പ്ലേസസ് ആണ് വേണ്ടത്, പ്രിസീഷൻസ് ആണ് വേണ്ടതെന്നുള്ളത് ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിനെ സെൻറ്റിമീറ്റർ ലെന്തിൽ മാറ്റമാണ് മാറ്റിയിരിക്കുന്നത്. ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ പതിയെ പഠിക്കാൻ പോവുക. അതുകൊണ്ട് ഇതിനകത്ത് ലെന്തിൽ സെൻറ്റിമീറ്ററാണ് ഞാൻ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ബേസിക് വോളിന് പറഞ്ഞ് ഞാൻ എടുക്കുമ്പോൾ ആർക്കിടെക്ചറൽ വോളിൽ നിന്നിട്ട് വോൾ ആർക്കിടെക്ചറൽ എടുക്കുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് കാണിക്കും. പ്രോപ്പർട്ടീസ് കാണിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ബേസിക് വോൾ ജെൻറിക് 200 mm എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പം അല്ലാതെ നമുക്കിതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. 3 ടൈപ്സ് ഓഫ് വോൾസ് ആണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ബേസിക് വോൾ എന്നുള്ളതാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വോൾസ്. അത് കഴിഞ്ഞ് വരുന്നത് കർട്ടൻ വോൾ, അത് കഴിഞ്ഞ് വരുന്നത് സ്റ്റാക്ക്ഡ് വോൾ. ഓരോരെണ്ണവും ഓരോരോ പ്രോപ്പർട്ടീസും ഓരോരോ പെർട്ടിക്കുലർ ആവശ്യത്തിലുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ബേസിക് വോളിന് പറയുന്നത് ഇപ്പോൾ എക്സ്റ്റീരിയർ ബ്ലോക്ക്, ഇൻറ്റീരിയർ വോളാണ്, പ്ലാസ്റ്ററിങ് അപ്ലൈ ചെയ്തത്, അപ്ലൈ ചെയ്യാത്തത്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. പിന്നെ നോർമലി ബേസിക്കായിട്ട് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന, റെഡിമെയ്ഡ് അല്ലാതെ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജെൻറിക് വോൾസ് എടുക്കേണ്ടി വരും. പിന്നെ കർട്ടൻ വാളിന് പറയുന്നത്, ഇതെല്ലാം ഞാനൊരു ഇൻട്രോ മാത്രമാണ് പറയുന്നത്. ഓക്കെ, കർട്ടൻ വാളിന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു IT കമ്പനികൾ പിന്നെ വലിയ കൺവെൻഷൻ ഹാളിൻ്റെയൊക്കെ എലിവേഷൻ കണ്ടിരുന്നെങ്കിൽ മനസ്സിലാവും. അതെല്ലാം ഫ്രെയിംസ് ആയിട്ടിരിക്കും. ദർ ഈസ് നോ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒന്നും കാണത്തില്ല, അല്ലാതെ ഗ്ലാസ് ആയിട്ട് കാണും. അതാണ് കർട്ടൻ വാൾ. എക്സ്റ്റീരിയർ ഗ്ലേസിംഗ് ആണോ, സ്റ്റോർ ഫ്രണ്ട് ആണോ. നമുക്ക് സ്റ്റോർ ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓട്ടോമൊബൈൽ ഷോറൂംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അകത്തിരിക്കുന്ന എല്ലാം പുറത്തോട്ട് കാണാനുള്ള രീതിയിലാണ് അവരുടെ ഫ്രെയിംസ്, വാൾസ് മൊത്തം ഇരിക്കുന്നത്. അതാണ് കർട്ടൻ വാൾ. പിന്നെ ഉള്ളത് സ്റ്റേക്ക്ഡ് വാളിന് പറയുമ്പോഴത്തേക്കും നമ്മളതും നോക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ് നൗ ഇപ്പോൾ നമ്മൾ പോകുന്നത് ബേസിക് വാളിനകത്ത് തന്നെ ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഓപ്ഷൻസ് എല്ലാം നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഈ ഒരു വ്യൂ
ഇപ്പോൾ ടോപ്പ് വ്യൂ മാത്രമേ നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ളൂ. ഇതിനകത്ത് അതിൻ്റെ 3Dയും സൈമൾട്ടേനിയസ്ലി നമ്മളൊരു ലൈൻ വരയ്ക്കുമ്പോൾ തന്നെ ആ ലൈനെ ഒത്ത് തന്നെ ഉള്ള ഒരു 3Dയും നമുക്ക് ജനറേറ്റ് ആവുമെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. ഇപ്പോൾ വ്യൂവിനകത്ത് പോവുക. ഇവിടെ 3D വ്യൂ എന്ന് പറയുന്നത് ഡീഫോൾട്ട് 3D വ്യൂ, അതർവൈസ് ഈ ഹോം ബട്ടനെ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 3D ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടും. നമുക്ക് 3D ആയെങ്കിൽ മാത്രമേ ഈ വ്യൂ ക്യൂബ് ഇങ്ങനെ കാണത്തുള്ളൂ. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു പ്രോപ്പർട്ടീസിൻ്റെ മേളിൽ കൂടെ. ഇതാണ് വ്യൂ ക്യൂബിനെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഈ വ്യൂ ക്യൂബിനെ നമുക്ക് അണക്കാം. അതർവൈസ് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് മൗസിലിരിക്കുന്ന ആ ഒരു വീൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ ഓർബിറ്റ് സിമ്പിൾ ലൈക്ക് ദിസ്. നമ്മളിങ്ങനെ അണക്കുമ്പോഴത്തേക്കും നമുക്കിത് അണക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് സൈറ്റ് മാത്രമേ കിടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുന്നത്. അതിൻ്റെ റിയലിസ്റ്റിക് വിഷ്വൽ സ്റ്റൈൽ എങ്ങനെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടാമതായിട്ട് കിടക്കുന്ന വിഷ്വൽ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യുക. റിയലിസ്റ്റിക് എന്നുള്ളത് ഞാൻ വെക്കുക. ഈ ഒരു സൈറ്റിനകത്താണ് ഞാനിപ്പോൾ വരച്ച് നോക്കാൻ പോകുന്നത്. വോൾ എടുത്തു, ആർക്കിടെക്ചറിൽ പോവുക. ഇവിടെ നിന്ന് വോൾ എടുത്തു, വോൾ ആർക്കിടെക്ചറിൽ എടുക്കുക. എടുക്കുമ്പോഴത്തേക്ക് ലോട്ട് ഓഫ് ടൈപ്സ് ഓർ ദെയർ റൈറ്റ് നൗ. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് ഫസ്റ്റ് എക്സ്റ്റീരിയർ ബ്ലോക്ക് ഓൺ MTL സ്റ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഇതിനെ ഞാൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ വിതൗട്ട് വാൾ തിക്നെസ് ഹൈറ്റ് ഒന്നും കൊടുക്കാതെ നോർമൽ ടൈപ്സ് നോക്കാൻ വേണ്ടി വരയ്ക്കുന്നതാണ്. ഓക്കെ, ഇപ്പം ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് പോലത്തെ എടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അകത്ത് കണ്ടാൽ ഒരു വൈറ്റ് കളറും പിന്നെ പുറത്തോട്ട് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു സിമെൻറ്റ് ബ്രിക്സുമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. മെറ്റീരിയൽസ് എല്ലാം ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ട്, മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇവിടെ ബ്രിക്കാണോ ഹോളോ ബ്രിക്കാണോ അങ്ങനെയുള്ള സംഭവമാണ് മെറ്റീരിയൽ നമ്മൾ പറയുന്നത്. മെറ്റീരിയലൊക്കെ ഓട്ടോമാറ്റിക്കലി അപ്ലൈ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വൈറ്റ് കളറിൽ കാണുന്നത് പ്ലാസ്റ്ററിങ് ആണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ടൈപ്പാണ് ഇങ്ങനെ കാണിക്കുന്നത്. നമുക്ക് അടുത്ത ടൈപ്പിലോട്ട് പോകാം. അടുത്ത ടൈപ്പിൽ എടുക്കുമ്പോൾ ബ്രിക്ക് ആൻഡ് ബ്ലോക്ക് ഓൺ MTL സ്റ്റഡ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ വരയ്ക്കുമ്പോഴത്തേക്കും ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, കണ്ടോ, ഇതിനകത്ത് നമുക്ക് അകത്ത് പ്ലാസ്റ്ററിങ് ആക്കിയിട്ടുള്ളതും പിന്നെ ഇവിടെ നമുക്കൊരു ഫൗണ്ടേഷൻ്റെ സെഗ്രിഗേഷനും അത് കഴിഞ്ഞ് ഒരു 3 കട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഇവിടെ ഒരു 3 കട്ട്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ റിവീൽസ് പോലത്തെ ഒരു ഡിസൈൻ പോലത്തെ 3 കട്ട്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. കൂടാതെ നമുക്ക് അകത്തുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും പ്ലാസ്റ്ററിങ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ടോപ്പിൽ കണ്ടു കഴിഞ്ഞാൽ കോൺക്രീറ്റും ഇവിടെ തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ എക്സ്റ്റീരിയർ ബ്രിക്ക് ആൻഡ് ബ്ലോക്ക്. ഇതുപോലെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഓരോരോ ടൈപ്പിലും ഓരോരോ ഡിസൈൻസും അതേപോലെ മെറ്റീരിയൽസും വ്യത്യാസപ്പെടുന്നതാണ്. ഓക്കെ, അടുത്തത് ഞാൻ എടുക്കുമ്പോഴത്തേക്കും സെയിം ആസ് ലൈക്ക് ദ ഫസ്റ്റ് വൺ. പക്ഷേ നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ബ്രിക്കാണ് ഔട്ടർ സർഫേസിൽ കാണുന്നത്, അകത്താവുമ്പോൾ നമുക്ക് പ്ലാസ്റ്ററിങ് ആണ് വരുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ അടുത്തത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റീരിയർ ബ്രിക്ക് ഓൺ MTL. ഇതിനകത്ത് ഞാൻ വേറൊരു ഡിസൈൻ എടുത്ത് വരയ്ക്കാം. ഇതിനകത്ത് അകത്ത് നമുക്ക് ബ്രിക്കും പിന്നെ പുറത്തൊക്കെ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്ത രീതിയിലുമാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നതിനൊക്കെ ഇത് കുറവായിരിക്കും, പക്ഷേ തിക്നെസ് കൂടുതലായിരിക്കും. നമുക്ക് 24 അല്ല, അതിനെക്കാട്ടിലും കൂടുതലായിരിക്കും. 24 എന്ന് പറയുന്ന സെൻറ്റിമീറ്ററില്ല. ഓക്കെ, പക്ഷേ ഹൈറ്റ് കുറവായിരിക്കും. അതാണ് ഈ ഒരു ഫൗണ്ടേഷൻ്റെ സംഭവം. ഇത് അകത്തോട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഫൗണ്ടേഷൻ ആയതുകൊണ്ട് ഫ്ലോർ പ്ലാൻ്റെ താഴെയേ പോകത്തുള്ളൂ. നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ സൗത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. കണ്ടോ, ഫ്ലോർ പ്ലാൻ ഇതാണെന്നുണ്ടെങ്കിൽ ഈ വോളിൻ്റെ ലെവലിൽ നിന്ന് താഴോട്ടല്ലേ ഇത് കാണത്തുള്ളൂ. ആ ഒരു സംഭവമാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് കുറച്ച് സൈസ് ഇൻക്രീസ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഒരെണ്ണം മാത്രമേ ഞാനിവിടെ എത്തിച്ചിട്ടുള്ളൂ. ഇതിന് ഇങ്ങനെ ഒരു കോൺക്രീറ്റ് പോലത്തെ ഒരു ഇതാണ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇത് നോർമലി നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും എവിടെ നിന്നാണോ നമ്മൾ വരയ്ക്കുന്നത് അതിൻ്റെ താഴോട്ടേ ചെല്ലത്തുള്ളൂ. ഓക്കെ, ബേസ്മെൻറ്റ്. അടുത്ത ടൈപ്പ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് തന്നെ ഈ ടൈപ്സ് ഓഫ് ഇതിൽ തന്നെ 3 ടൈപ്സ് ഉണ്ട്. ഒരെണ്ണം ജെൻറിക് വോൾ, രണ്ടാമതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കർട്ടൻ വോൾ, മൂന്നാമത് സ്റ്റാക്ക്ഡ് വോൾ. സ്റ്റാക്ക്ഡ് വോൾ എന്ന് പറയുന്നത് ഒരു ഇൻഡെപ്ത് ആയിട്ട് ഒരു വീഡിയോ ഇടാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കർട്ടൻ വാൾ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് അല്ലാതെ നമുക്ക് കുറേ എണ്ണം ഉണ്ട്. ഇൻറ്റീരിയർ സംഭവങ്ങളല്ല. ഇൻറ്റീരിയർ എന്ന് പറയുമ്പോഴത്തേക്കും അകത്തിരിക്കുന്ന പാർട്ടീഷനാണ് വളരെ കുറച്ച് തിക്നെസ്സിലേ ഉണ്ടാവുള്ളൂ. 2 സൈഡും പ്ലാസ്റ്ററിങ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇൻറ്റീരിയർ വാൾസ് എന്ന് പറയുന്നത്. കർട്ടൻ വാൾ, ഇപ്പോൾ വോൾ എടുക്കുക. കർട്ടൻ വാൾ ആകുമ്പോൾ ദർ ഈസ് ആൻ ഫേസ് ബട്ട് ബിൽഡ് വിത്ത് ഗ്ലാസ്. ഓക്കെ, കണ്ടോ, മൊത്തത്തിൽ ഗ്ലാസ് ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സംഭവമാണ് വന്നേക്കുന്നത്. അതിൽ തന്നെ അടുത്തതുണ്ട് എക്സ്റ്റീരിയർ ഗ്ലേസിങ് പറയുമ്പോഴത്തേക്കും കണ്ടോ,
ഇങ്ങനെ നമുക്ക് നടുക്ക് ഒരു ഹരിസോണ്ടൽ ആയിട്ടുള്ള ഒരു ഫേസും കൂടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ സ്റ്റോർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സ്റ്റോർ ഫ്രണ്ട് വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഗ്രിഡ്നെസ് കൂടുതലുണ്ടാവും, ഗ്രിഡ് കൂടുതലുണ്ടാവും. ഉണ്ടോ? ഇതിനകത്ത് നമ്പർ ഓഫ് ഫ്രെയിംസ് കൂടുതലാണ്. ഇങ്ങനെയാണ് ഫ്രെയിം വെച്ചിട്ടാണ് കാണിക്കുന്നത്. അതിനകത്ത് ഏറ്റവും ടോപ്പ് പോകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു റെക്റ്റാങ്കിൾ കുറവായിരിക്കും. അങ്ങനത്തെയൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇത്രയും ടൈപ്സാണ് ഉള്ളത്. പക്ഷെ നമ്മൾ നോർമലി ഒരു ടൈപ്പ് എടുക്കുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് വെക്കും. ഇതിനെല്ലാത്തിലും ഡീഫോൾട്ടായിട്ടുള്ള ഒരു തിക്നെസ്സും അതേപോലെ മെറ്റീരിയൽസുമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ നോർമലി ഒരു സംഭവം എടുത്ത് വരച്ചിട്ട് ഒരു മെറ്റീരിയലും ഇല്ലാതെ നമ്മൾ എടുത്ത് വരയ്ക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ വോൾ എടുത്തത് ഡീഫോൾട്ടായിട്ട് വരുന്ന ബേസിക് വോൾ 200 കൊണ്ട് ഒരെണ്ണം കിടക്കുന്നില്ലായിരുന്നു ആദ്യം. ആ ഒരു ജെൻറിക്കിനകത്ത് വരുന്ന ഈ ഒരു സംഭവം മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ മെറ്റീരിയൽ, ഇറ്റ് വിൽ ബി എ സോളിഡ്, ഡീഫോൾട്ട് സോളിഡ്. ദർ ഇസ് നോ മെറ്റീരിയൽ എന്നൊന്നുമില്ല. ഒരു ബ്രിക്കോ അല്ലെങ്കിൽ സിമെൻറ്റ് ബ്രിക്കോ യാതൊന്നുമില്ല. ഒരു നോർമൽ ഇതായിട്ട് ഉണ്ടാവും. ഇതിൽ നിന്നാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് വാൾസ് ഉണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്ലാൻ വരച്ചിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വാളിന് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.